നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് പോയ വാരവും ഉണ്ടായത്. 11,600 മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 38,600 സെൻസെക്സും ക്ലോസ് ചെയ്തു. തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വാർത്തകളടക്കം വിപണിയെ സ്വാധീനിക്കുന്നത് പോയ വാരത്തിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ വിപണിയുടെ സാധ്യതകൾ ഏത് തരത്തിലാണ് വിപണി നീങ്ങിയത് എന്ന് പരിശോധിക്കുന്നു. ഹെഡ്ജ് എക്സിക്യൂട്ടീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേർന്നു. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ വിപണിയെ താങ്കൾ കാണുന്നത്? പ്രത്യേകിച്ചും നിഫ്റ്റി നീങ്ങിയ ലെവലുകൾ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഏതൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായും കഴിഞ്ഞ ആഴ്ചത്തെ വിപണിയെ സ്വാധീനിച്ചത്? ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ ഒരു വീക്ക്നെസ് ഇനീഷ്യൽ സ്റ്റേജിൽ ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മൺഡേ നിഫ്റ്റി 11,310 വരെ കറക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഫ്രൈഡേയോട് കൂടി അഗൈൻ 11,630 വരെ റൈഡ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഹൈലി വോളറ്റൈലായിരുന്നു. വെനസ്ഡേ അഗൈൻ മാർക്കറ്റ് 11,546 നിന്നും 11,415 കറക്റ്റ് ചെയ്തു. അപ്പോൾ ഹൈലി വോളറ്റൈലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്. പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ഒപ്റ്റിമിസം തന്നെയാണ് മാർക്കറ്റിൻ്റെ റൈഡ്. അതുപോലെ ഫണ്ട് ഫ്ലോ, ഈ രണ്ട് റീസൺ കൊണ്ട് തന്നെയാണ് മാർക്കറ്റിൻ്റെ റൈഡിൻ്റെ ഒരു പ്രധാന റീസൺ അതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ വീക്ക്നെസ് ഉണ്ടായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഓരോ പുതിയ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റീസെൻ്റ് വന്ന ഹൈ ബ്രേക്ക് ചെയ്തതിൻ്റെ റീസൺ ഈ ഡൊമസ്റ്റിക്കായിട്ട് വന്നിരിക്കുന്ന ചില ഡെവലപ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുന്നതും ഈ റീസൺ കൊണ്ട് തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവായി ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീക്ക് നമ്മൾ ഓരോ സെക്ടർ വൈസ് എടുക്കുകയാണെങ്കിൽ തന്നെ PSU ബാങ്കിങ് സെക്ടറിലാണ് വളരെ ആക്റ്റീവായി ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. വളരെ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള ഒരു സെക്ടറായിരുന്നു പബ്ലിക് സെക്ടർ ബാങ്കുകൾ. ആ ഒരു ബാങ്കിങ് സെക്ടർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ വളരെ നല്ല റൈഡാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ കാണുന്ന ഒരു ഹിസ്റ്ററി തന്നെയാണ്. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെൻ്റായിട്ട് ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. പല പ്രാവശ്യം 340 അഗൈൻ 230 അഗൈൻ 300 320 260 ഇങ്ങനെ ഒരു 1 ഇയർ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഹൈലി വോളറ്റൈലായിരുന്നു. അപ്പോൾ ഓരോ ഡീപ്പ് കറക്ഷനും ബൈയിങ് സൈഡിൽ നിൽക്കുക എന്ന് മാർക്കറ്റ് വാച്ച് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ സ്ട്രാറ്റജി ഇത് തന്നെയാണ്. നല്ല സ്റ്റോക്കുകൾ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യും. അതിന് തീർച്ചയായിട്ടും റിക്കവറി സംഭവിക്കും. കാരണം ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓരോ ക്വാർട്ടർ റിസൾട്ട് ബെറ്ററായി വരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത്. അതുപോലെ തന്നെ സിമെൻറ്റ് സെക്ടറിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. NBFC സെക്ടർ വളരെ ഒരു ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള ഒരു സെക്ടറായിരുന്നു. എന്നാൽ റീസെൻ്റായിട്ട് ലാസ്റ്റ് ഒരു 3 months ആയിട്ട് ഈ ഒരു സെക്ടറിലൊക്കെ തന്നെ വളരെയധികം ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടത്. ഫാർമ സെക്ടർ ഇനീഷ്യൽ സ്റ്റേജിൽ വീക്ക്നെസ് ഉണ്ടായിരുന്നു. എന്നാൽ വീക്ക് എൻഡോടുകൂടി ആ ഫാർമ സെക്ടറിലും നമ്മളൊരു സ്ട്രെങ്ത് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഫ്ലോ കാണുന്നുണ്ട്. സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് ആണ്. നിഫ്റ്റി എഗെയിൻ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഗ്ലോബലി നിലനിൽക്കുന്ന ട്രേഡ് വാർ, സ്ലോ ഡൗൺ ഇതൊന്നും ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ബാക്കി ഫാക്ടേഴ്സ് എല്ലാം പോസിറ്റീവായിട്ട് വരുന്നു എന്നുള്ളതാണ്. കാരണം തേർഡ് ക്വാർട്ടർ റിസൾട്ട്, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്ന ഏപ്രിൽ RBI ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. റീസെൻ്റായിട്ട് വരാവുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിൽ വരാനിരിക്കുന്ന RBIയുടെ റേറ്റ് കട്ട് തന്നെയാണ്. അതുപോലെ അതിൻ്റെ ഒരു അസസ്മെൻറ്റ്, RBIയുടെ ഒരു റിവ്യൂ, ഇതൊക്കെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. മാർക്കറ്റ് വോളറ്റൈലാണ്. നമ്മൾക്കറിയാം ഹൈലി വോളറ്റൈലാണ്. ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബൈയിങ് സൈഡിൽ വരിക എന്നുള്ളതാണ്. കാരണം ഹൈലി വോളറ്റൈലാണ് മാർക്കറ്റ്. വരും ദിവസങ്ങളിലും ഈ വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ഭുവനേന്ദ്രൻ, കണക്കുകൾ പരിശോധിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ വലിയ തോതിലുള്ള കുറവ് വിപണിയിൽ ഉണ്ടാകുന്നത് കാണാം. പ്രത്യേകിച്ചും കഴിഞ്ഞ ഓരോ മാസങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും അത്തരം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ കുറവാണ് അനുഭവപ്പെടുന്നത്. അത്തരം കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായ കാരണം? ഏത് തരത്തിലാണ് നിക്ഷേപകർ വിപണിയിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ ആലോചിക്കുന്നത്? ഇത്തരം നിക്ഷേപകർക്ക് ഏത് തരത്തിലുള്ള ഡയറക്ഷനാണ് നൽകാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അഭിലാഷം, മ്യൂച്വൽ ഫണ്ട് ഫ്ലോ കുറയാനുള്ള ഒരു പ്രധാന റീസൺ ലാസ്റ്റ് 3 to 6 months ആയിട്ട് നിൽക്കുന്ന അൺസർട്ടനിറ്റി തന്നെയാണ്. അതിലുപരി നമുക്കറിയാം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ടിൽ NIVയിൽ വന്നിരിക്കുന്ന ഡ്രോപ്പ്, പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതൊരു റീസൺ. രണ്ടാമത് പലപ്പോഴും FIs ആക്റ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ്. അതൊരു ലാസ്റ്റ് 2 year 3 year ഹിസ്റ്ററി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാർക്കറ്റ് 10,000 ബിലോ മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള ബൈയിങ് സൈഡിൽ നിന്നത്
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അവർ പ്രോഫിറ്റിലാണ്, അതുകൊണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെബ്രുവരി നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 80,000 crore-ലേക്ക് അത് 8,000 crore-ലേക്ക് അത് റൈഡ് ചെയ്ത് വന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഈ ഫ്ലോ മ്യൂച്വൽ ഫണ്ട് ഫ്ലോ കൂടി വരാനുള്ള സാധ്യത. ലംസം എമൗണ്ടിലാണ് ഈ ഒരു ഡ്രോപ്പ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ ലാസ്റ്റ് 6 months അല്ലെങ്കിൽ 9 months ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എല്ലാ നിക്ഷേപകരെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ ലോസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ ഫ്ലോ വരാനുള്ള സാധ്യത കുറവ്. രണ്ടാമത് ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കറിയാം ഈ എയർ സ്ട്രൈക്കിന് മുമ്പ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വേറൊരു രീതിയിലായിരുന്നു. അതിനുശേഷമാണ് ഈ FISൻ്റെ ഫ്ലോ വന്നത്. അതിനു മുമ്പ് എല്ലാ മ്യൂച്വൽ ഫണ്ടും ലോസിലായിരുന്നു. ഇൻവെസ്റ്റേഴ്സിന് ഇലക്ഷനെക്കുറിച്ചുള്ള ഒരു ഫിയർ, അവർ സ്വാഭാവികമായിട്ടും റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ളൊരു ആക്ഷൻ മോഡിലേക്ക് പോയി. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് അടുത്തൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഫ്രഷായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഫ്ലോ കുറയാനും ഇവർ ആക്റ്റീവായിട്ടുള്ള ബൈയിങ് സൈഡിൽ വരാതിരിക്കാനുള്ളൊരു പ്രധാന റീസൺ അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ മാറും. കാരണം മാർക്കറ്റ് അഗെയിൻ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയും അതല്ലെങ്കിൽ FIs വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം അതിൻ്റെ റീസൺ ഫെബ്രുവരി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡാറ്റ തന്നെയാണ്. 8,000 മുകളിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. എന്തായാലും ലാസ്റ്റ് ഒരു 5 years-ആയിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അത് FISൻ്റെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്ലോ നമ്മൾ ഇയർലി ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. വളരെ ആക്റ്റീവായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാൽ റീസെൻ്റായിട്ട് ഈ FISൻ്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആ ഒരു പ്രോഫിറ്റ് മോഡിലേക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോയുടെ കുറവ്. പിന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായിരുന്ന നഷ്ടം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പുതിയ ഫ്ലോ കുറയാനുള്ളൊരു സാഹചര്യമുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് SIPയിൽ വന്നിരിക്കുന്ന ഈ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. എന്തായാലും ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് കൂടുതലായിട്ടുള്ള ഫ്ലോ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ചും അടുത്ത ഇലക്ഷനിൽ സ്റ്റെബിലിറ്റിയിൽ ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ കൂടുതലായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടാനുള്ള സാഹചര്യം ഉണ്ട്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. ശ്രീ ഭുവനേന്ദ്രൻ, വിപണി ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. പുതിയ സർക്കാർ മെയ് അവസാന വാരത്തോടുകൂടി അധികാരത്തിലേക്കാൻ ഇരിക്കുകയാണ്. പ്രത്യേകിച്ചും പുതിയ ബജറ്റ് അടക്കം വരാനിരിക്കുന്നു. നിക്ഷേപകർ ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഈ സമയത്ത് സ്വീകരിക്കണം എന്നാണ് താങ്കൾ കാണുന്നത്? പുതിയ വർഷത്തിൻ്റെ സാധ്യതകളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? അഭിലാഷ്, ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. NDA ഈ എയർ സ്ട്രൈക്കിന് ശേഷം NDA എഗെയിൻ 270 സീറ്റ്സിൽ അധികാരത്തിൽ വരും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ മാർക്കറ്റിനുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ FISൻ്റെ ഫ്ലോ, തേർഡ് ക്വാർട്ടർ അല്ലെങ്കിൽ ഏർണിംഗ് ഗ്രോത്ത്, ഇൻഫ്ലേഷൻ കുറയുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നു, വരാനിരിക്കുന്ന RBIയുടെ പോളിസി, അതിലൊരു റേറ്റ് കട്ട്, RBIയുടെ റിവ്യൂ, ഇതൊക്കെയാണ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് കാണുന്നത്. അതിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ വരുന്ന ഫണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വരും വർഷങ്ങളിലെ മാർക്കറ്റിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ പോസിറ്റീവ്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിൽ FISൻ്റെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് 1 year അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ 50% ഫെബ്രുവരിയിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ലാസ്റ്റ് 15 years ആയിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മന്ത്ലി ഫ്ലോ ആണ് ഫെബ്രുവരിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നേരത്തെ പറയുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് ഫേവറബിളായിട്ട് വരിക, ഏർണിംഗ് ഗ്രോത്ത് ബെറ്ററായി വരിക, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ FISൻ്റെ ഫ്ലോ ഇന്ത്യയിലേക്ക് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫ്ലോ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ വളരെ കുറവാണ്. 2010 to 2014 FIS ഡ്രിവൺ മാർക്കറ്റ്, അല്ലെങ്കിൽ 2005 to 2014 വരെ FISൻ്റെ ഡ്രിവൺ മാർക്കറ്റായിരുന്നു. അതിനുശേഷം FISൻ്റെ ഫ്ലോ വളരെയധികം കുറഞ്ഞു വരികയാണ്. അതിൻ്റേതായ റീസൺസ് ഉണ്ട്. വാല്യുവേഷൻ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അതുപോലെ നമുക്കറിയാം US യൂറോപ്പിലുണ്ടായിരുന്ന എക്കണോമിക് ഗ്രോത്ത്, ഇതൊക്കെ തന്നെ കൂടുതൽ ഫ്ലോ US-ലേക്ക് പോകാനുള്ള റീസൺ ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഗ്ലോബലി തന്നെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ പോസിറ്റീവായുള്ളൊരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഫ്ലോ ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം, അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന പ്രതീക്ഷയും ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കറക്ഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അത് എത്രയോ പ്രാവശ്യം ഇൻവെസ്റ്റേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇത് തന്നെയാണ് പലപ്പോഴും പല സ്റ്റോക്ക് ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്താലും റിക്കവറി സംഭവിക്കുന്നുണ്ട്. അത് സൺഫാർമ എടുത്താലും നമ്മൾ ഇൻഫോസിസ് എടുത്താലും TCS എടുത്താലും L&T എടുത്താലും ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഈവൻ യെസ് ബാങ്കിൽ പോലും അത് വിസിബിളാണ്. അപ്പോൾ ഇതൊക്കെ വിസിബിളായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്യുക. എപ്പോഴും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം. ട്രേഡേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ്, ചിലപ്പോൾ അവർക്ക് പൈസ നഷ്ടപ്പെടാം. പക്ഷേ വളരെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇതാണ് എപ്പോഴും മാർക്കറ്റ് വാച്ച് പറയുന്നതും, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരിക്കലും സ്പെക്കുലേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ നല്ല ക്വാളിറ്റി സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോവുക. മാർക്കറ്റ് വാച്ചിൽ ഇനി ഈ ആഴ്ച ലഭിച്ച ഒരു കത്തിലേക്ക് പോകാം. ശ്രീ സതീഷ് നായരുടെ കത്താണ്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. ടാറ്റ ഗ്ലോബൽ, പവർ ഗ്രിഡ്, പേജ് ഇൻഡസ്ട്രീസ്, കുമിൻസ്, IGL, L&T ഇൻഫോടെക് ആൻഡ് ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ് ശ്രീ സതീഷ് നായർ ചോദിക്കുന്നത്. ഇതിൻ്റെ സാധ്യതകളാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അഭിലാഷ്, വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ ടാറ്റ ഗ്ലോബൽ നമ്മൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. 192 ലെവലാണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട് ലെവൽ, 220 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 192 ലെവൽ വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈയിങ് ലെവൽ തന്നെയാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ് 205 ലെവലിലാണ്. അടുത്തൊരു കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ റീ എൻട്രി ചെയ്യാം. ദെൻ L&T ആണ്. L&Tയും ഈ റൈഡിലൊന്നും L&T പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. വളരെയധികം സ്പേസ്, അപ്പർ സ്പേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 1350 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 1500 L&Tയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡ് ഈവൻ കറണ്ട് ലെവൽ 198 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഒരു മൈനർ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, RBI പോളിസി മാർക്കറ്റിനെതിരായി വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ 190 ലെവൽ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ഈവൻ കറണ്ട് ലെവൽ പോലും നമ്മൾക്ക് ഈ IGL ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. പവർ ഗ്രിഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. 210 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എഡൽവൈസ് ആണ്. വളരെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനി, ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. 190 അഗൈൻ 197ലാണ് എഡൽവൈസ് ട്രേഡിംഗ് നടക്കുന്നത്. ഈ സ്റ്റോക്കും 190 ലെവൽ വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെയധികം ഹൈയിൽ നിന്നും ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് പോയൊരു സ്റ്റോക്കാണ്. ആ ഒരു സെക്ടറിലൊക്കെ തന്നെ നമുക്കറിയാം ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. 215 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പേജ് ഇൻഡസ്ട്രീസ് ആണ്. പേജ് ഇൻഡസ്ട്രീസ് ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ഫേസ്, ഇപ്പോൾ ഒരു റിക്കവറി പാത്തിലാണ്. ഇപ്പോഴത്തെ രീതിയിൽ 23,400 അതാണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോണാണ്. 26,200 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല റിട്ടേൺ കൊടുത്തൊരു കമ്പനിയാണ്. എന്നാൽ റീസെൻറ്റ് 1 ഇയറായി ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാം. ദെൻ കുമിൻസ് ഇന്ത്യ ആണ്. സ്റ്റോക്കും ഒരു കറക്ഷൻ മോഡലാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇതിലെല്ലാ സ്റ്റോക്കുകളും, ഇപ്പോൾ ടാറ്റ ഗ്ലോബൽ എടുത്താലും L&T, അതുപോലെ പവർ ഗ്രിഡ്, ഇഡൽവൈസ്, പേജ് ഇൻഡസ്ട്രീസ്, കുമിൻസ് ഇന്ത്യ എല്ലാം വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പലപ്പോഴും നമ്മൾ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഫണ്ടമെൻ്റലി സൗണ്ട് ഇല്ലാത്ത സ്റ്റോക്കിലേക്ക് പലപ്പോഴും ഫോക്കസ് പോകാറുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിക്കവറി വളരെ സ്ലോ ആയിരിക്കും. അത് ഒരു വലിയ ബുൾ റൈഡിലേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റോക്കിലും റൈഡ് സംഭവിക്കും. ഇങ്ങനെ സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് വരുമ്പോൾ ഈ രീതിയിലുള്ള ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ, പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും FIs ആണെങ്കിലും ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്കാണ് പ്രധാനമായിട്ടും ഫോക്കസ് പോവുക. അതുകൊണ്ട് കുമിൻസ് ഇന്ത്യ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്, 780 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ആണ്. ദെൻ IGL ആണ്. IGLും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. എല്ലാ സ്റ്റോക്കുകളും വളരെ നല്ല ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളാണ്. 290 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്, ദെൻ 320. മറ്റ് ഇൻവെസ്റ്റേഴ്സിന് വളരെ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ആയിട്ട് കൊണ്ടുപോകുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ പറയുന്ന സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ് വന്നാലും വോളറ്റിലിറ്റി വരും, അല്ലാതെ കണ്ടിന്യൂസ് ഒരു റൈഡിനുള്ള പോസിബിലിറ്റി ഇല്ല. അത് കാരണം ഗ്ലോബൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇക്കണോമിക് സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വൺ സൈഡ് റാലി ഇല്ല. മാർക്കറ്റിൽ വലിയൊരു റൈഡ് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, എഗെയിൻ ഇതിൽ കറക്ഷൻ സംഭവിക്കും, വീണ്ടും റീ എൻട്രി ചെയ്യുക. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നൊരു സ്ട്രാറ്റജി. ഇതിൽ L&T ഇൻഫോടെക് ആണ്. IT-യിൽ നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. 1600 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്, 1800 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്.
ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് ഒരു റൈഡ് സംഭവിച്ചു, അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ റീസെൻ്റായിട്ട് 787 വരെ ഹൈ പോയിരുന്നു. ദെൻ ഇപ്പോൾ 740 ലെവൽ വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു ഹൈയിലാണ് ആക്സിസ് ബാങ്ക്. ഒരു ഷോർട്ട് ടേം വ്യൂവിൽ ചെറിയ റിസ്ക് ആക്സിസ് ബാങ്കിൽ നിലനിൽക്കുന്നുണ്ട് ഷോർട്ട് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അടുത്തൊരു കറക്ഷൻ 740ലേക്ക് വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 820 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 820ലേക്ക് വരികയാണെങ്കിൽ ഇതൊരു വലിയ ഒരു സെല്ലിംഗ് പോയിൻ്റാണ്. ദെൻ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഭുവനേന്ദ്രൻ, നമുക്കിനി ടെക്നിക്കൽ ചാർട്ട് കൂടി പരിശോധിക്കാം. എവിടെയാണ് വിപണിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട്? അഭിലാഷ്, 11,760 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. കാരണം ഈ ഇന്നത്തെ ഫ്രൈഡേ ക്ലോസിംഗ് വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ്. 11,600 മുകളിൽ ക്ലോസിംഗ് നടത്തി എന്നുള്ളത് മൊമെൻറ്റം പോസിറ്റീവാണ്. ഇതിന് മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ ഫർദർ ഒരു 150 to 200 പോയിൻറ്റ്സ് റൈഡ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തന്നെയാണ്. ഒരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. 11,250 to 260 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് ലെവലാണ്. എഗൈൻ 11,400 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. ലാസ്റ്റ് വീക്ക് അത് ബ്രേക്ക് ചെയ്തെങ്കിലും ഇമ്മീഡിയറ്റ് റിക്കവറി സംഭവിച്ചു. എഗെയിൻ ഈ 11,760 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റാണ്. 11,250 to 60 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോണായിട്ട് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് വീക്ക് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. പലപ്പോഴും വളരെ കോഷ്യസ് അപ്രോച്ച് എടുക്കുക. കാരണം ഗ്ലോബൽ മാർക്കറ്റൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം RBI പോളിസി മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു മേജർ ഫാക്ടറാണ്. അത് വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ഫൈനാൻഷ്യൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ വാരം നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും മ്യൂച്വൽ ഫണ്ടുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുക. ഇന്ത്യയിലെ തേർഡ് ലാർജസ്റ്റ് ടൂ വീലർ മാനുഫാക്ചറും വേൾഡിലെ ടോപ്പ് 10 കമ്പനികളിൽ ഒന്നുമായ TVS മോട്ടോറാണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത്. ഓട്ടോമോട്ടീവ് സെക്ടറിൽ 100 വർഷത്തെ പാരമ്പര്യമുള്ള ഏകദേശം 40 കമ്പനികളിൽ ഹോൾഡിംഗ്സ് ഉള്ള UST TVS ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് TVS മോട്ടോർ കമ്പനി. പ്രൊമോട്ടേഴ്സിന് 57% ഹോൾഡിംഗ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 31% ഹോൾഡിംഗ്സും നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 12% ഹോൾഡിംഗ്സുമാണ് കമ്പനിയിലുള്ളത്. അപ്പാച്ചെ ആൻഡ് സ്റ്റാർ എന്നീ ബ്രാൻഡ് നെയിമുകളിൽ ബൈക്കുകളും ജൂപ്പിറ്റർ ആൻഡ് സ്കൂട്ടി എന്നീ ബ്രാൻഡുകളിൽ ടൂ വീലറുമാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസും സ്ട്രോങ് R&D കേപ്പബിലിറ്റീസും TVSനുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ഇൻകം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26% കൂടി 4,664 കോടി ആയിട്ടുണ്ട്. ടൂ വീലർ സെഗ്മെൻറ്റിൽ കടുത്ത കോമ്പറ്റീഷൻ നേരിടുന്നുണ്ടെങ്കിലും ഇവരുടെ മാർജിനിൽ വലിയ ഡ്രോപ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വരും ക്വാർട്ടേഴ്സിൽ ഇവരുടെ ടോക്ക്, അപ്ഡേറ്റഡ് ജൂപ്പിറ്റർ എന്നീ ന്യൂ മോഡൽസിൻ്റെ ഡിമാൻഡ് കൂടാനാണ് സാധ്യത. കൂടാതെ പ്രീമിയം 200cc വെഹിക്കിൾ സെഗ്മെൻറ്റിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. TVS മോട്ടോർ കമ്പനി കറന്റ് മാർക്കറ്റ് പ്രൈസ് ₹470, ഫിനാൻഷ്യൽ ഇയർ 2020 ടാർഗറ്റ് ₹641. കോട്ടക് സെലക്ട് ഫോക്കസ് ഫണ്ടാണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന മ്യൂച്വൽ ഫണ്ട്. കോട്ടക് സ്റ്റാൻഡേർഡ് മൾട്ടി ക്യാപ് ഫണ്ടാണ് കോട്ടക് സെലക്ട് ഫോക്കസ് ഫണ്ടായത്. സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് സെക്ടേഴ്സിൽ മാത്രമേ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തിൽ 18% റിട്ടേൺസും കഴിഞ്ഞ 3 വർഷത്തിൽ 16% റിട്ടേൺസുമാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ദീർഘകാല മൂല്യവർധനയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള മോഡറേറ്റ്ലി ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫണ്ടാണ് ഇത്. ലാർജ് ക്യാപ് കമ്പനീസിൽ 76%, മിഡ് ക്യാപ് കമ്പനീസിൽ 21%, സ്മോൾ ക്യാപ്പിൽ 2%മാണ് അസറ്റ് അലൊക്കേഷൻ. റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC, ആക്സിസ്, ICICI ബാങ്കുകളും L&T, ഇൻഫോസിസ്, TCS, RBL ബാങ്ക്, പെട്രോനെറ്റ് LNG, SBI എന്നീ കമ്പനികളിലാണ് മെയിൻ ഹോൾഡിംഗ്സ്. കോട്ടക് സെൽഫ് ഫോക്കസ് ഫണ്ട് NAV ₹35.47, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ₹5,000 ആൻഡ് മിനിമം SIP ₹500. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ investment@asiannews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. നമസ്കാരം.